അപ്പോൾ നമ്മുടെ പ്രഭാസ് കാരുവിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള രാജാ സാബ് അതിൻ്റെ ടീസർ വന്നിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സലാർ കഴിഞ്ഞിട്ട് പുള്ളിയുടെ അല്ലേ ഇപ്പം നമ്മുടെ അതായത് പ്രഭാസിനെ നമ്മുടെ മലയാളികൾ അറിഞ്ഞ് ഒരു ഭയങ്കരമായിട്ട് പോപ്പുലർ ആയതിനു ശേഷം നമ്മൾ പ്രഭാസിൻ്റെ കണ്ട സിനിമകളിലെല്ലാം പുള്ളി ഭയങ്കര മറ്റേ ഏതാ മാസ് ഹീറോ ലൈന. ഇടയ്ക്ക് വന്നൊരു രാധാശ്യാം ഒഴിച്ചാൽ അത് ഇടയ്ക്കൊരു രാധാശ്യാം ഒഴിച്ചാൽ അതും മറ്റേ ആരും കണ്ടുമില്ല പടം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പുള്ളി അഭിനയിച്ചില്ല, പുള്ളി ഒരു ഫോട്ടോ എടുത്തിട്ട് പറ്റിച്ചില്ലേ. എനിക്ക് തോന്നുന്നു അവിടെ അതായത് തെലുങ്കിൽ അവിടുത്തെ ഓഡിയൻസ് പ്രഭാസിന് ഡാർലിംഗ് പ്രഭാസ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി റോം കോം പടങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ചെയ്താണ് അവിടെ ആൾക്കാരുടെ വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് പുള്ളിയുടെ ഈ ആക്ഷൻ ഹീറോ ആയിട്ടുള്ള മാറ്റം. അപ്പോൾ ആ പ്രഭാസിൻ്റെ ടൈപ്പ് ഓഫ് ഒരു പടമാണ് ഇത്. രാജമൗലിയെ പരിചയപ്പെട്ടപ്പോൾ ഛത്രപതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും പുള്ളി ചെയ്തു ഈ റോം കോം പടങ്ങൾ കുറേ ചെയ്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അത് ഛത്രപതി അതൊക്കെ മുമ്പാണ്. അതിനുശേഷം പുള്ളി ഡാർലിംഗ് അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടാണ്. മിർച്ചിയൊക്കെ അത് കഴിഞ്ഞാൽ മിർച്ചി മറ്റേ ലാസ്റ്റ് ഈ മിർച്ചിക്ക് ശേഷമാണെന്ന് തോന്നി ബാഹുബലി വരുന്നത്. അപ്പോൾ ആ ടൈം ഇറയിൽ പുള്ളി കംപ്ലീറ്റ്ലി ആക്ഷൻ ഹീറോ ആയിട്ട് മാറി. മറ്റേ മാച്ചോ മാൻ മറ്റേ മസിൽ പവറുള്ള ഒരാളായി മാറി. അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് മാറി ഒരു ഫൺ ഒരു ഹൊറർ കോമഡി ലൈനിലൊരു ജോണർ ഒരു പടം ആയിട്ട് പുള്ളി വരുന്നത്. ഇതിന് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ ഭയങ്കര ലോ ആണ്. എനിക്ക് തോന്നുന്നു എക്സ്പെക്ടേഷൻ ഉള്ളതും തെലുങ്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആർക്കും തന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിൽ. കാര്യം ഇതിൻ്റെ ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്ത പടങ്ങളെല്ലാം തന്നെ വളരെ നോർമൽ സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയിൽ നിന്ന് ഇങ്ങനത്തെ സിനിമ അല്ലെങ്കിൽ എന്തായിരിക്കും പ്രഭാസിനെ പോലെ ആളെ കിട്ടുമ്പം പലരും ചെയ്ത ഒരുപാട് തവണ പലരും കൈ പൊള്ളിയല്ലോ. ബാഹുബലിക്ക് ശേഷം ഒരു തകർച്ചയിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പ്രശാന്ത് നീൽ. അത് കഴിഞ്ഞിട്ടാണ് ആദിപുരുഷ്. അതിന് മുമ്പാണ്. അപ്പം സാഹോ, ആദിപുരുഷ്, രാധേശ്യാം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് സലാർ വരുന്നത്. അപ്പോൾ നമുക്ക് രാജാ സാബിൻ്റെ ടീസർ പരസ്യം ഇപ്പൊ വീഡിയോയുടെ കൂടെ വെച്ചെടുക്കും. പാലം ബഫല്ലോ മിൽക്കോ എന്ത് കുടിക്കുക എല്ലാവരും. പാലഭിഷേകത്തിന് വേറെ പാല് എഴുതിണ്ട നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. 150 കോടിയില്ലേട്ടാ. ആ ക്യാറ്റിന്റെ ഡിസൈൻ കുറച്ച് കാർട്ടൂണിഷ് ആണല്ലോ. ആ ടൈപ്പ് പടമാണോ? ഫാന്റസി ഹൊറർ കോമഡി ആണല്ലോ. വണ്ടി കുറച്ച് പതുക്കെ അങ്ങനെയാണോ? കണ്ണ മുണ്ടൊക്കെ എടുത്തതേക്ക് ആരാ ഇടിക്കുന്നത്? താഴെ കിടക്കുന്നു. ഇതാണ് നായിക. മാളവിക മോഹൻ. 2 നായികമാരെ. തമൻ. സഞ്ജയ് 3 നായികമാരെ. ഇതല്ലേ മറ്റേ മോഷൻ പോസ്റ്ററിൽ വന്നൊരു സംഭവമാണ്. അത് സഞ്ജയത്തിന്റെ ലുക്കല്ലായിരുന്നോ ആ തലവത്തി കിടക്കുമ്പോ? സ്പീഡ് റാമ്പിംഗ്. മനസ്സിലായില്ല. വയറെന്ന് മാത്രം നീ കണ്ടു. താത്തയുടെ വയറ്റില് ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാന്റസി എവർ ഇൻ ഇന്ത്യ സിനിമ. അതെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രഭാസ് അഭിനയിക്കുന്നതാണ് ബിഗ്ഗസ്റ്റ് കാര്യം. ഇത് ആക്ച്വലി കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഭൂത്നാഥ് ആ സീരീസ് പോലെ ഉണ്ട്. അതായത് ഭൂൽഭുലയ്യ, ഭൂത്നാഥ്, അരൺമനൈ, കാഞ്ചന തുടങ്ങി ഏതൊക്കെ ഹൊറർ കോമഡി വരുന്നുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരൊറ്റ അടി അടിച്ച്. പക്ഷേ ഇതെല്ലാം അടിക്കുന്ന മിക്സിക്ക് 350 കോടി ബജറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ വിഷ്വലി ഇതിനകത്ത് കുറേ സ്ഥലത്ത് VFX ഒക്കെ നമുക്ക് ചില സ്ഥലങ്ങളുടെ ഇത് കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷേ ഈ സിനിമ അരൺമന സുന്ദർസിയുടെ പടം, അതായത് സുന്ദർസി നമ്മുടെ പ്രഭാസിനെ വെച്ചിട്ട് ഒരു ബിഗ് ബജറ്റ് ഹൊറർ കോമഡി എടുക്കുന്നു. അരൺമന യൂണിവേഴ്സിലേക്ക് അല്ലേ? സുന്ദർസിയുടെ ആത്മാവുള്ള ഹൊറർ പടം.
ഹൊറർ പടം ആ സാധനം. ഇത് ഹൊറർ കോമഡി, ഇതിനകത്ത് കൊമേഡിയൻസ് ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. മറ്റേ കോമഡിയൊക്കെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ക്രിഞ്ച് ലെവൽ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് എസ്പെഷ്യലി പുള്ളിയുടെ ആക്ടിങ്ങിൽ നമുക്കത് ഒരുപാട് സ്ഥലത്ത് പൂച്ച വന്ന് മറ്റേ ആനിമേറ്റഡ് പടത്തിലെ ആ ഡിസൈൻ അല്ല, അത് മറ്റേ ഒരു ടൈപ്പ് പൂച്ച കേട്ടോ, മറ്റേ ഈ പൂടയില്ലാത്ത മറ്റേ ഭയങ്കര. പക്ഷെ അതിന്റെ കണ്ണൊക്കെ വലുതാക്കി അത് ഡിസൈൻ വൈസ് അത് കുറച്ച് ആനിമേറ്റഡ് പടങ്ങളിൽ പൂച്ചകളെ പ്രസന്റ് ചെയ്യുന്ന പോലെ എനിക്കൊന്ന് ഹൊറർ ഫീൽ വേണമായിരിക്കും. അല്ല, കോമഡി ആയതുകൊണ്ടേ പ്രേതങ്ങൾക്ക് അങ്ങനെ പേടിപ്പെടുത്തുന്ന ലുക്ക് അല്ലായിരിക്കും. ഇങ്ങനെ ഒരു ഇച്ചിരി ഇവിടെ അത് പ്രേതം നിൽക്കുന്നു ആ ലൈൻ കോമഡികളൊക്കെ ഇല്ലേ. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത് മറ്റേ സാധനം സീരിയസ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി പോലെ ഈ രാജാപ്പാട്ട് കഥ എന്തോ ഉണ്ട്. അതാണ് കുതിരപ്പുറത്തുനിന്ന് ട്രെയിൻ മറ്റേ രാജാണെന്ന് തോന്നുന്നു ആര് നമ്മുടെ രാജാ സാബ് ആ മകനായിരിക്കും പുള്ളി. രാജാ സാബ് അല്ലല്ല സാബേന്ന് വിളിക്കുന്ന അതല്ലേ ചേട്ടാ, മകനായിരിക്കും. കാരണം ഇവിടെ പുള്ളി എത്തണം, അതായത് സഞ്ജയ് ദത്ത് അച്ഛനായിട്ടായിരിക്കണം. കാരണം ഈ കഥയുടെ ഒരു തെലുങ്ക് സിനിമയുടെ ഒരു കീഴ്വഴക്കങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഈ വലിയ സാധനമാണോ ബാഹുബലിക്ക് ശേഷം അതേ കഥ ഞാൻ വേറൊരു ലൈനിൽ അതായത് രാജാ സാബ് എന്ന് പറഞ്ഞാൽ മേ ബി ആ ക്യാരക്ടർ ചിലപ്പം നമ്മുടെ സഞ്ജയ് ദത്ത് ആവാൻ ചാൻസ് ഉണ്ട്. ആ സഞ്ജയ് ദത്തിൻ്റെ പിൻതലമുറക്കാരനോ ആരെങ്കിലും ആയിരിക്കണം നമ്മുടെ പ്രഭാസ് ഗാരു. എനിക്ക് തോന്നുന്നു ഇത് അവരുടെ ഒരു കീഴ്വഴക്കം വെച്ചിട്ട് അതാണ് ചാൻസ് ഏറ്റവും കൂടുതൽ. ഒരു 99% ആയിരിക്കും. അതല്ലെങ്കിൽ ആ വെറൈറ്റി ആയിരിക്കും. അതല്ലെങ്കിൽ വെറൈറ്റി ആയിരിക്കും. അതാണ് രസം. മലയാളം ഉണ്ടോ? മനസ്സിലാവും. അപ്പോൾ നമുക്ക് തെലുങ്ക് വിത്തൗട്ട് സബ് ടൈറ്റിൽ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇവർ പറഞ്ഞിടയ്ക്ക് പറഞ്ഞ ഡയലോഗ് ഒന്നും മനസ്സിലായില്ല. നമുക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് മലയാളം ടീസർ കാണാം. ഓക്കെ, എന്റെ കാലശേഷം ഇതെല്ലാം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. ഓ അങ്ങനെ. അപ്പൊ ഈ ബിൽഡിങ് മൊത്തം പുള്ളിയാണ്. അപ്പോൾ ഈ സമ്പത്ത് എടുക്കാനോ ഒക്കെ ആവശ്യമായിട്ട് വരുന്ന അണ്ണൻ വണ്ടി കുറച്ച് അത് തന്നെയാണ് സംഭവം തന്നെ. കിടന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാണോ? ഉണ്ടല്ലോ. അത് പിന്നെ കുടിച്ചത് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് VFX ആണ് മൊത്തത്തിൽ. അപ്സൈഡ് ഡൗൺ വേൾഡാണോ? അതാ അവര് മൂന്നുപേരും താഴെ നോക്കിയിട്ടുണ്ടല്ലോ. ഓ പുള്ളിയൊക്കെ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ബോമനറാണി ക്ലൈമാക്സ് ഭാഗമായിരിക്കും അല്ലേ? തീ കൊണ്ടുള്ള ചാട്ടവാറടി. അമ്മേ മഹാമായ. മുത്തശ്ശൻ വയറ് കടിച്ചു മുറിച്ചോണ്ട് പുറത്തുപോയി നോക്കടാ. മുത്തശ്ശൻ വയറ് കടിച്ചു മുറിച്ചു. മുത്തശ്ശൻ ഞാൻ പറഞ്ഞില്ല. ഓ എനിക്ക് ഒന്ന് സെക്കൻഡ് ഹാഫ് കോമഡി ആകുമായിരിക്കും. മുത്തശ്ശനാന്ന് കണ്ടുപിടിച്ചിട്ടേ. മുത്തശ്ശ ഞാൻ പറഞ്ഞില്ലേ കഥ എന്തായിരിക്കും? അത് തന്നെ മറ്റേ ബാഹുബലി സെക്കൻഡ് ലാസ്റ്റ്. ഇത് അച്ഛനല്ല, മുത്തച്ഛൻ. അതായത് നമ്മുടെ സഞ്ജയ് ദത്ത് പ്രഭാസ് ഗാരുവിൻ്റെ മുത്തച്ഛനായിട്ടാണ്. അപ്പം മുത്തച്ഛൻ്റെ ആ പഴയ ആ ബിൽഡിങ്, വലിയ കൊട്ടാരവും ആ പഴയ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവന് ഈ സംഭവത്തെ പറ്റി അറിഞ്ഞു വരികയും ഇതെടുത്താൽ ലൈഫ് രക്ഷപ്പെടുമല്ലോ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം മുത്തച്ഛൻ ഇത് ആർക്കും കൊടുക്കില്ല. മരിച്ചതിന് ശേഷവും ഇത് പുള്ളിയുടെയാണ്. ഏത് മുത്തശ്ശൻ ഇപ്പോൾ പ്രേതമാണ്. അതാണ് പ്രശ്നം. അതാണ് മുത്തച്ഛൻ പ്രേതമാണ്. സോ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സാധനമാണ്. അതായത് നമ്മുടെ യൂഷ്വൽ ഒരു ഹൊറർ കോമഡി പടത്തിൻ്റെ ബാഹുബലി റെഫറൻസ് ഒക്കെ ഇടാനുള്ള സ്കോപ്പുണ്ട്. ഇതേ കയറിയിരിക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയത്തില്ല, ഇതൊക്കെ കയറിയിരിക്കുമ്പോൾ ഒരു സുഖം പെട്ടെന്ന് ഞാൻ ബാഹുബലി ആയതുപോലെ. ശരിക്കും ഇത് നമുക്ക് വർക്കാവാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ കുറച്ചൊരു വേറൊരു മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട് ചിരിച്ച് പോകാവുന്ന ടൈപ്പ് പടമായിരിക്കും. പക്ഷേ നമ്മുടെ ഓഡിയൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരിതിനെ ട്രോൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഓഡിയൻസ് നശിച്ചു. അതെ, ലാലേട്ടൻ
ഇന്നലെ ലാലേട്ടനെ പറഞ്ഞുള്ളൂ. തെലുങ്ക് നാട്ടിലേക്ക് നോക്കൂ, എല്ലാ സിനിമയും വിജയിപ്പിക്കും അല്ലേ? അതുപോലെ നിങ്ങൾ ഇതും വിജയിപ്പിക്കുക എന്നാണ് അവിടുന്ന് പറയുന്നത്. നമുക്ക് രസമായിരിക്കും. ഏതായാലും December 5 ഫണ്ണായിരിക്കും തിയേറ്ററിൽ. വിഷ്വലി പൈസ സ്ക്രീനിൽ കാണാൻ പറ്റും. കാരണം ഏതായാലും VFX പരിപാടി 350 കോടി ഇവിടെ മുടക്കാം. ഇങ്ങനത്തെ ഒരു പടമല്ലേ. യൂഷ്വലി മറ്റുള്ള പടങ്ങളൊക്കെ ഇപ്പോൾ രാധേശ്യാം തന്നെ ആ കഥയ്ക്കകത്ത് ഇത്രയും ബജറ്റ് മുടക്കാനില്ല, അല്ലെ? ബജറ്റിൻ്റെ ആവശ്യമില്ല പടത്തിന്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കഥയെ കംപ്ലീറ്റ്ലി ഒരു VFX പടമാക്കി മാറ്റുക. കാരണം ഇത്രയും എമൗണ്ട് ഇവർക്ക് എവിടെ ചിലവഴിക്കണം. കാരണം ഇദ്ദേഹത്തെ വെച്ച് ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുമ്പോൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ളൊരു കഥ വേണം അവർക്ക്. ആ കഥയിലേക്ക് ആ പടത്തെ മാറ്റുമായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അത് ചെറിയൊരു പടമാണ്. ആ ചെറിയ സിനിമയെ നമുക്ക് കിട്ടിയ ബജറ്റിനനുസരിച്ച് നമ്മളതിനെ വലുതാക്കുക. അത് തന്നെ പുള്ളിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഷെടാ ഈ പുള്ളിയെ ഇനി ആ പടമൊന്നും എടുക്കാൻ പറ്റില്ല. അത് തന്നെ ഇതിപ്പോൾ നമ്മൾ ഇതേ കഥ സുന്ദർസി ഒരു 4 ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിയാൽ സുന്ദർസിയുടെ ബജറ്റില്ല. സുന്ദർസിയിൽ ബജറ്റ് കൊടുത്താൽ നമുക്ക് എന്താണോ ചെയ്യുന്നത് അതേപോലത്തെ ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്ത ഇത് രാജാസാവ് ചെയ്തപ്പോൾ നിങ്ങളൊക്കെ ആഹാ, ഞാനെൻ്റെ അരമണ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓഹോ അല്ലേ? ആ സാധനമാണ്. പക്ഷേ അതാണ് സുന്ദർസിയെ നോക്കണം. സുന്ദർസി കൊണ്ടുവന്നിട്ടൊരു പടം 100 കോടി അടിപ്പിച്ചു ലാസ്റ്റ് അരൺമനെ. പിന്നെ അതെങ്ങനെ തമന്നയുടെയും രാഷ്ട്രീയക്കാരുടെ ഒരു ഒറ്റ പാട്ടിൽ ആ പടം അത്ര ഹിറ്റായത്. ആ പാട്ട് കാണാൻ പടം ക്ലൈമാക്സ് വരെ ആൾക്കാർ ഇരുന്നു തിയേറ്ററിൽ. തമിഴ്നാട്ടിൽ പടം കയറി അടിച്ചു. വേറെ പടങ്ങളൊന്നും ഇല്ല ആ സമയത്ത്. അതാണ് സുന്ദർസി ബേസിക്കലി ഭയങ്കര സുന്ദർസി ജോണറാണ് ഇത് ആക്ച്വലി. സോ അപ്പോൾ രാജാസാവ് December 5 വരും എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രെയിലറൊക്കെ വരും. ട്രെയിലർ വരുമ്പോൾ ഇവർ കുറച്ചുകൂടെ കഥ നമുക്ക് കുറച്ചുകൂടെ റിവീൽ ആവുന്ന പോലെ ആയിരിക്കും. അതിനകത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുമായിരിക്കും എന്ന് തോന്നുന്നു.